നിനക്ക് വിശക്കുന്നുണ്ടോ എങ്ങനെ ചോദിക്കും? ആർ യു ഹംഗ്രി അല്ലേ? നിനക്ക് ഭക്ഷണം വേണോ അതെങ്ങനെ ചോദിക്കും? ഡു യു വോണ്ട് ഫുഡ്? അപ്പോൾ ഇതെന്നോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു സെൻറ്റൻസ്, എസ്പെഷ്യലി ചോദ്യം, എങ്ങനെ തുടങ്ങേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, യെസ് ഓർ നോ എന്ന് ആൻസർ വരുന്ന ചോദ്യങ്ങൾ, അത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കാം. ഒരു 3-4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഫുൾ ക്ലിയർ ആവും. അതിനൊപ്പം ഹോംവർക്ക് ഉണ്ട് എൻഡിൽ, അതിൻ്റെ ആൻസേഴ്സും കൃത്യമായിട്ട് ചെയ്യൂ കേട്ടോ. ആദ്യം ഓർക്കേണ്ട കാര്യം, നമുക്ക് ഒരാളുടെ അടുത്ത് പൊതുവേ അത്യാവശ്യം വരുന്നൊരു ചോദ്യമാണ് എന്തെങ്കിലും ഒരു കാര്യം വേണോ എന്നല്ലേ, നിങ്ങൾക്ക് ഇന്നത് വേണോ? അത് ചോദിക്കാൻ നിങ്ങളെപ്പോഴും ഈ ഫ്രേസ് യൂസ് ചെയ്താൽ മതി. ഡു യു വോണ്ട് അല്ലെങ്കിൽ ഡു യു ലൈക്ക്. അപ്പോൾ ഈ ഒരു ഫ്രേസ് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഇത് ഓർത്ത് വയ്ക്കാൻ പറ്റുമോ? ഡു യു വോണ്ട് അല്ലെങ്കിൽ ഡു യു ലൈക്ക്. അപ്പോൾ ഡു യു വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വോണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ഇന്നൊരു കാര്യം വേണോ, അങ്ങനെ ചോദിക്കണമെങ്കിൽ ഡു യു വോണ്ട്. നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ലൈക്ക്. അപ്പോൾ വളരെ ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. പക്ഷേ ചില സമയത്ത് നമുക്ക് ലൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, വോണ്ട് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ എന്തെങ്കിലും സാധനം വേണോ, നിനക്ക് ബാഗ് വേണോ, ഡു യു വോണ്ട് ദ ബാഗ്. ദ ബാഗ് എന്ന് പറയാൻ കാരണം നമ്മൾ അവിടെ ഇന്നൊരു ബാഗ് കാണിച്ചിട്ട് അത് വേണോ എന്ന് ചോദിക്കുകയാണ്, അതാണ് ദ ബാഗ് കേട്ടോ. ഡു യു വോണ്ട് ദ ബാഗ്. അപ്പോൾ ഡു യു വോണ്ട് അത് നമ്മൾ പഠിച്ചു വെച്ചപ്പോൾ നമുക്ക് അപ്പുറത്ത് എന്ത് സാധനമാണ് വേണ്ടത് അത് ചേർത്താൽ മതി. ഡു യു വോണ്ട് ദ ബാഗ്. ഇനിയിപ്പോൾ കയ്യിൽ കുറേ സാധനമുള്ള ഒരാളെ നോക്കിയിട്ട് എടോ നിനക്കൊരു ബാഗ് വേണോ, ഇതൊക്കെ പിടിച്ചുകൊണ്ട് പോകാന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ചോദിക്കണമെങ്കിലോ ഡു യു വോണ്ട് എ ബാഗ്. അപ്പോൾ ഏതെങ്കിലും ബാഗായാൽ കുഴപ്പമില്ല അല്ലേ. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ബാഗ്, ആ ബാഗ് അന്ന് പറയണമെങ്കിൽ ദ വേണം കേട്ടോ. അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഡു യു വോണ്ട് എന്തെങ്കിലും ഒരു സാധനം വേണോ, ഡു യു വോണ്ട് ദ ബാഗ്. ഡു യു വോണ്ട് ദ കേക്ക്, ആ കേക്ക് വേണോ, ഡു യു വോണ്ട് ദ കേക്ക്. ഒരു കപ്പ് ചായ ആയാലോ അല്ലെങ്കിൽ കാപ്പി ആയാലോ അങ്ങനെ ചോദിക്കില്ലേ, ഡു യു വോണ്ട് എ കപ്പ് ഓഫ് കോഫി, ഡു യു വോണ്ട് എ കപ്പ് ഓഫ് ടീ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ കാര്യമല്ല പറഞ്ഞേ, ഒരു കപ്പ് കാപ്പി, ഒരു കഷ്ണം കേക്ക്, ഒരു ബാഗ്, അങ്ങനത്തെ ഒരു സാധനമല്ല. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ, ഇപ്പോൾ നിനക്ക് ഉറങ്ങണോ അങ്ങനെ ചോദിക്കും. പ്രവൃത്തിയാണെങ്കിൽ അവസാനം ടു ഇടാൻ മറക്കരുത്. ഡു യു വോണ്ട് ടു സ്ലീപ്പ്, ഉറങ്ങണോ, ഡു യു വോണ്ട് ടു സ്ലീപ്പ്. നിനക്ക് ഓടണോ, ഡു യു വോണ്ട് ടു റൺ. അപ്പോൾ റൺ, സ്വിം, അതുമാതിരി സിമ്പിൾ ബേസിക് ഫോമില്ലേ വേർബിൻ്റെ, അത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഡു യു വോണ്ട് ടു ഈറ്റ്, നിനക്ക് തിന്നണോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്യണമെന്ന് ചോദിക്കാൻ ഡു യു വോണ്ട് ടു ആ സംഭവം പറയാം. ഡു യു വോണ്ട് ടു ഈറ്റ്, ഡു യു വോണ്ട് ടു സ്ലീപ്പ്. അപ്പോൾ ഇത് ക്ലിയർ ആയോ? ഈ ഫ്രേസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം, ഇല്ലാണ്ട് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഡു യു വോണ്ട് ടു അല്ലെങ്കിൽ ഡു യു വോണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോകണമെന്ന് എങ്ങനെ ചോദിക്കും? പോവുക, ഗോ, പ്രവൃത്തിയല്ലേ. ഡു യു വോണ്ട് ടു ഗോ. എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ ഡു യു വോണ്ട് മതി, എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണെങ്കിൽ ഡു യു വോണ്ട് ടു. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ, അങ്ങനത്തെ ചോദ്യം ചോദിക്കണമെങ്കിൽ ഡു യു ആ പ്രവൃത്തി ചോദിച്ചാൽ മതി. ഡു യു സ്ലീപ്പ്, നീ ഉറങ്ങാറുണ്ടോ? നിന്നെ കണ്ടിട്ട് കുറേ കാലമായിട്ട് ഉറങ്ങാത്ത പോലെ ഉണ്ടല്ലോ കുട്ടി, നീ ഉറങ്ങാറുണ്ടോ? ഡു യു സ്ലീപ്പ്. പൊതുവേ ഡു യു സ്ലീപ്പ് എന്ന് ചോദിക്കാറില്ലല്ലേ, നമ്മൾ എല്ലാവരും ഉറങ്ങാറുണ്ടാവില്ലേ. അപ്പോൾ നീ എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മലയാളത്തിൽ വരുന്നത്? നീ എന്തെങ്കിലും ഒരു ശീലമുള്ള ആളാണോ അല്ലേ. നീ കുളിക്കാറുണ്ടോ, അതെങ്ങനെ ചോദിക്കും? ഡു യു കുളിക്കുക എന്നുള്ളത് ടേക്ക് ബാത്ത്, അപ്പോൾ അതാണ് ഉപയോഗിക്കുക. ഡു യു ടേക്ക് ബാത്ത് എവറി ഡേ, എല്ലാ ദിവസവും നീ കുളിക്കാറുണ്ടോ? ഡു യു ടേക്ക് ബാത്ത് എവറി ഡേ. അപ്പോൾ ആ സെൻറ്റൻസിൽ കണ്ടോ, ഡു യു സ്റ്റാർട്ടിങ്ങിൽ വരും, പിന്നെ പ്രവൃത്തി എന്താണെന്ന് പിന്നെ ചേർത്താൽ മതി. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ എവറി ഡേ എന്നുള്ള വാക്ക് അത് കഴിഞ്ഞിട്ട് വരും. നീ വലിക്കാറുണ്ടോ, ചില ആൾക്കാർ വലിക്കാറുണ്ടെങ്കിൽ ഡോക്ടറൊക്കെ ചോദിക്കും നീ വലിക്കാറുണ്ടോ, അതെങ്ങനെ ചോദിക്കും? ഡു യു കഴിഞ്ഞിട്ട് വലിക്കുക എന്നുള്ളൊരു സ്മോക്ക്, ഡു യു സ്മോക്ക്. അല്ലെങ്കിൽ ചില ആൾക്കാർ വെജിറ്റേറിയൻസ് ആയിരിക്കും, അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ നീ മീൻ കഴിക്കുമോ, കഴിക്കാറുണ്ടോ അല്ലേ, അതല്ല അതിൻ്റെ അർത്ഥം. നീ മീൻ കഴിക്കാറുണ്ടോ? ഡു യു എന്താ പറയുക, ഈറ്റ് ഫിഷ്. അപ്പോൾ ഡു യു ഈറ്റ് ഫിഷ്. അപ്പോൾ കണ്ടോ, സിമ്പിളായിട്ട് ഡു യു വെച്ചിട്ട് നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ, നീ അത്രക്കാരനാണോ, നീ
നിൻ്റെ ശീലം അങ്ങനെയാണോ? ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ. ഇപ്പം നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഡു യു വോണ്ട് ടു, പ്രവൃത്തി പറയാം. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ചെയ്യണോ എന്ന്. ഇനി നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണോ, ഒരു സാധനം വേണോ? ഡു യു വോണ്ട് ആൻ ഐസ്ക്രീം, ഒരു ഐസ്ക്രീം വേണോ? അപ്പോൾ സാധനം വരുമ്പോൾ ഡു യു വോണ്ട് ആ സാധനം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണോ? ഡു യു വോണ്ട് ടു സ്ലീപ്പ്. ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ? ഡു യു സ്ലീപ്പ്, നീ ഉറങ്ങാറുണ്ടോ? ഡു യു റൺ, നീ ഓടാറുണ്ടോ? ചില ആൾക്കാർ ഓടാൻ പോകാറില്ലേ, അപ്പോൾ ഡു യു റൺ. അപ്പോൾ ഡു യു റൺ എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ ഓടുകയാണോ എന്നൊന്നും അർത്ഥമില്ല, അത് ചെയ്യാറുണ്ടോ എന്നാണ് അർത്ഥം. അപ്പോൾ അത് ക്ലിയർ ആയോ? ഇനി ആ ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഒരു പടി കൂടെ കൂട്ടി പഠിക്കാം. നീ ഇവിടെയാണോ താമസിക്കാറ്? അപ്പോൾ അതും നീ സ്ഥിരമായി ചെയ്യുന്ന കാര്യമല്ലേ, അപ്പോൾ അതും നമുക്കിങ്ങനെ പറയാം. ഡു യു വെച്ച് തുടങ്ങിയാൽ മതി. താമസിക്കുക എന്ന് പറഞ്ഞാൽ വൈകുക എന്നുള്ള അർത്ഥമല്ല, അവിടെ ജീവിക്കുക, അവിടെ താമസിക്കുക. ലിവ്, ഡു യു ലിവ് ഹിയർ, നീ ഇവിടെയാണോ താമസിക്കാറ്? ഡു യു ലിവ് ഹിയർ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശീലമുള്ള ആളാണോ താങ്കൾ എന്ന് ചോദിക്കാൻ ഡു യു വെച്ചിട്ട് തുടങ്ങിയാൽ മതി. അത് ക്ലിയർ ആയോ? ഇനി 4ാമത്തെ പറഞ്ഞുതരാം. ഇതും വളരെ സിമ്പിളാണ്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും ചിലപ്പം അല്ലേ. അതിനും ഇതേപോലെ തന്നെയാണ്, പക്ഷേ അതിന് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡു യു ഹാവ്, ആ ഹാവ് വേണം. ഹാവ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുക, അതെന്ത് വേണമെങ്കിലും ആവാം. ഒരു നായ്ക്കുട്ടി മുതൽ നീണ്ട മുടി മുതൽ അനിയൻ മുതൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു യു ഹാവ് വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങിയാൽ അത് മനസ്സിലാവും കേട്ടോ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. നിനക്കൊരു സഹോദരനുണ്ടോ? എങ്ങനെ ചോദിക്കും? സഹോദരൻ എന്ന് പറയുമ്പോൾ ബ്രദർ. അപ്പോൾ നിനക്ക് അങ്ങനെ ഒരാളുണ്ടോ എന്നാണ്. ഉണ്ടോ, എന്തെങ്കിലും ഒരു സംഭവം നിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു ഹാവ്. ഡു യു ഹാവ് എ ബ്രദർ. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോ, എ ബ്രദർ അത് പറഞ്ഞിട്ടോ, എ വേണം അവിടെ. ഡു യു ഹാവ് എ ബ്രദർ. ഡു യു ഹാവ് ബ്രദർ എന്ന് ചോദിക്കരുത്, ഡു യു ഹാവ് എ ബ്രദർ. അല്ലെങ്കിൽ സഹോദരന്മാരുണ്ടോ എന്നാണെങ്കിൽ ഡു യു ഹാവ് ബ്രദേഴ്സ്. അപ്പോൾ എ വേണ്ട, ഡു യു ഹാവ് ബ്രദേഴ്സ്. അപ്പോൾ അത് ക്ലിയർ ആയോ? ഒരു ഇതുകൂടെ ചോദിക്കാം. ഇനിയിപ്പോൾ ഒരു കുഞ്ഞുകുട്ടി ചോദിക്കുകയാണ്, നിൻ്റെ വീട്ടിൽ പട്ടിക്കുട്ടി ഉണ്ടോ? പിന്നെ പട്ടിക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഉണ്ടോ? അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസ് വരിക? ഡു യു ഹാവ് എ പപ്പി അല്ലേ. പപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ നായ്ക്കുട്ടിക്കാണ് പപ്പി എന്ന് പറയാം. നായയാണെങ്കിൽ ഡോഗ്. ഡു യു ഹാവ് എ പപ്പി. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കാനും ഡു യു വെച്ച് തുടങ്ങും, ഡു യു ഹാവ് വേണം. അത് ക്ലിയർ ആയല്ലോ. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഡു യു വോണ്ട് എന്തെങ്കിലും ഒരു സാധനം, ഡു യു വോണ്ട് ഐസ്ക്രീം, ഡു യു വോണ്ട് എ കപ്പ് ഓഫ് കോഫി. ഓക്കെ. രണ്ടാമത്, നീ എന്തെങ്കിലും ഒരു പ്രവൃത്തി നിനക്ക് ചെയ്യണോ? ഡു യു വോണ്ട് ടു സ്ലീപ്പ്, ഡു യു വോണ്ട് ടു റൺ. അപ്പോൾ പ്രവൃത്തി വരുമ്പോൾ ടു. മൂന്നാമത് പഠിച്ചത് എന്താ? എന്തെങ്കിലും ശീലങ്ങൾ, അങ്ങനെ ഒരു ശീലം നിനക്കുണ്ടോ? ഡു യു സ്മോക്ക്, ഡു യു ഈറ്റ് ഫിഷ്, നീ മത്സ്യം കഴിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് മിൽക്ക്, നീ പാല് കുടിക്കാറുണ്ടോ? ചില ആൾക്കാർ പാല് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ചായയിൽ ഒഴിക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചോദിക്കണം, ഡു യു ഡ്രിങ്ക് മിൽക്ക്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ അല്ലേ. നിൻ്റെ കയ്യിൽ പേനയുണ്ടോ? എങ്ങനെയാ? എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ്. അപ്പോൾ ഡു യു ഹാവ് എ പെൻ. പെൻ എന്ന് പറയരുത്, എ പെൻ തന്നെ വേണം. ഡു യു ഹാവ് എ പെൻ. ഒരു പേനയുണ്ടോ എന്നല്ലേ ചോദിക്കുക. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ചിലപ്പോൾ നമ്മൾ പേനയുണ്ടോ എന്ന് മാത്രം ചോദിക്കും, ചിലപ്പോൾ നമ്മൾ ഒരു പേന ഉണ്ടാവുമോ എന്ന് ചോദിക്കും അല്ലേ. ഇംഗ്ലീഷിൽ ഒരു നിർബന്ധമാണ്, ഡു യു ഹാവ് എ പെൻ. ഓക്കെ. ഇനി ഇതിന് ഉത്തരം എങ്ങനെയാണ് പറയുക? നിങ്ങളുടെ കയ്യിൽ പേനയുണ്ട്, അപ്പോൾ ഞാൻ ചോദിക്കുക ഡു യു ഹാവ് എ പെൻ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? യെസ് ഐ ഡു. യെസ് ഐ ഡു, അത്രയും പറഞ്ഞാൽ മതി. യെസ് ഐ ഡു ഇല്ല കേട്ടോ, അങ്ങനെ പറയും നോ ഐ ഡോണ്ട്. അപ്പോൾ ഡു നോട്ടാണ് ഡോണ്ട്. അപ്പോൾ നോ ഐ ഡോണ്ട്, എൻ്റെ കയ്യിലില്ല അങ്ങനെ പറയാൻ, നോ ഐ ഡോണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഉത്തരം വരുന്നത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നാണ്. അപ്പോൾ യെസ് ഐ ഡു അല്ലെങ്കിൽ നോ ഐ ഡോണ്ട്, അതായിരിക്കും ഉത്തരം. അപ്പോൾ ഞാൻ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്, ഡു യു ഹാവ് എ ബ്രദർ? അപ്പോൾ നിങ്ങൾ എന്താ പറയുക? എനിക്ക് ഉണ്ടെങ്കിൽ യെസ് ഐ ഡു, ഇല്ലെങ്കിൽ നോ ഐ ഡോണ്ട്, എനിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഡു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. ഒരു ചോദ്യമെങ്കിലും ഇന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക കേട്ടോ. ഭാര്യയോ ഭർത്താവോ ഗേൾ ഫ്രണ്ടോ ആരുടെത്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോയെന്നോ, അല്ലെങ്കിൽ നീ ഇന്നൊരു പ്രവൃത്തി എല്ലാ ദിവസവും ചെയ്യാറുണ്ടോയെന്നോ ഒന്ന് ചോദിക്കുമോ. കാരണം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളിതൊക്കെ പിന്നെയും മറന്നു പോകും. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ലേ. ഇനിയിപ്പോൾ ഡു വെച്ചിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയണ്ട, നിങ്ങളത് പഠിച്ചു. ഇനിയിപ്പോൾ ഉള്ള പ്രശ്നമുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്,
നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ചോദിച്ചൂടെ എന്നിപ്പോൾ സംശയം ചോദിക്കും അല്ലേ. ഡു യു ഹാവ് അങ്ങനെ ചോദിച്ചൂടെ, എന്തെങ്കിലും ഉണ്ടോ എന്നല്ലേ ചോദിക്കാം, വേണമെങ്കിൽ ചോദിക്കാം. ഡു യു ഹാവ് ഹങ്കർ അങ്ങനെ ചോദിക്കാം. വിശപ്പ് എന്നുള്ളത് ഹങ്കർ. ഡു യു ഹാവ് ഹങ്കർ. പക്ഷെ അങ്ങനെ ചോദിക്കുന്നതിനേക്കാളും നല്ലൊരു രീതി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതും കൂടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ വളരെ സിമ്പിളായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ആർ യു യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ വിശപ്പുള്ള അവസ്ഥ, വിശപ്പ് എന്ന് പറയുന്നത് ഹങ്കർ, വിശപ്പുള്ള അവസ്ഥയാണ് ഹംഗ്രി. സന്തോഷമുള്ള അവസ്ഥ ഹാപ്പി, സങ്കടമുള്ള അവസ്ഥ സാഡ്, ഭയങ്കര വയ്യാണ്ടിരിക്കുന്ന ക്ഷീണിതനായ അവസ്ഥ ടയേർഡ്, മിണ്ടാതിരിക്കുന്ന അവസ്ഥ സൈലൻറ്റ്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളിലാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർ യു വെച്ച് തുടങ്ങിയാൽ മതി. ആർ യു കഴിഞ്ഞിട്ട് ആ അവസ്ഥ പറഞ്ഞാൽ മതി. അപ്പം നിനക്ക് വിശപ്പുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? വിശപ്പുള്ള അവസ്ഥയിലാണോ നീ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ യു ഹംഗ്രി. നീ ദേഷ്യത്തിലാണോ? ദേഷ്യമുള്ള അവസ്ഥ എന്താ? ആംഗ്രി. ആർ യു ആംഗ്രി. അപ്പോൾ എന്തെങ്കിലും ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ നീ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ ഹാപ്പി ആവാം, ടെൻഷൻ അടിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ടെൻസ്ഡ്. ആർ യു ടെൻസ്ഡ് അങ്ങനെ ചോദിക്കാം. ആർ യു സ്ലീപ്പി, ഉറക്കം വരുന്നുണ്ടോ നിനക്ക്? അപ്പോൾ ഉറക്കം വരുന്ന അവസ്ഥയാണ് സ്ലീപ്പി. ആർ യു സ്ലീപ്പി? അപ്പോൾ അത് മനസ്സിലായോ? എന്തെങ്കിലും ഒരു അവസ്ഥ ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആർ യു വെച്ചിട്ട് ചോദിക്കാം. ഈ അവസ്ഥ മാത്രമല്ല, ആർ യു വെച്ചിട്ട് 1-2 കാര്യങ്ങളോട് നമുക്ക് ചോദിക്കാം. അതെന്താണ്? നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. ആർ യു എ മലയാളി? നിങ്ങളൊരു മലയാളിയാണോ? ആർ യു എ മലയാളി? അവിടെ എ വേണം, നിർബന്ധം. ടീച്ചറാണോ? ആർ യു എ ടീച്ചർ? ആർ യു എൻ ഇന്ത്യൻ? ഇന്ത്യക്കാരനാണോ? അപ്പോൾ അവിടെ എനിക്കറിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചോന്ന്, ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പം എ എന്നുള്ള വാക്ക്, എ വെച്ചിട്ടുള്ള എ എന്നുള്ള വാക്ക് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. ആർ യു ടീച്ചർ എന്ന് ചോദിക്കരുത്. അത് കേട്ടാൽ തന്നെ അറിയാം ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന്. ആർ യു എ ടീച്ചർ? ആർ യു ആൻ ഇന്ത്യൻ? എന്താ ആൻ വന്നേ? ഇന്ത്യൻ, ഈ എന്നുള്ള സൗണ്ടല്ലേ വരുന്നത്, അപ്പോൾ ആൻ വേണം. ആർ യു എൻ ഇന്ത്യൻ? ആർ യു എ മലയാളി? മലയാളിയാണോ? ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിപ്പോൾ ടീച്ചർ, ആർ യു എ ടീച്ചർ? നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ. പക്ഷെ നമ്മുടെ അവസ്ഥ നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതല്ല അല്ലേ. നമുക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ ഉറക്കം വരും. അപ്പോൾ ആർ യു എ സ്ലീപ്പി എന്ന് ചോദിക്കരുത്. ആർ യു സ്ലീപ്പി? ആർ യു സാഡ്? ആർ യു ടയേർഡ്? അങ്ങനെ മതി. അപ്പോൾ ഇതിന് ഉത്തരം എങ്ങനെയാണ് പറയുക? ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? അങ്ങനെ ചോദിക്കും. ആർ യു സ്ലീപ്പി? അപ്പോൾ ഞാൻ ചോദിക്കാം നിങ്ങളടുത്ത്, ആർ യു സ്ലീപ്പി? ഉറക്കം വരുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് പറയുക? യെസ് ഐ ആം. എനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ യെസ് ഐ ആം. ആർ യു സ്ലീപ്പി? യെസ് ഐ ആം. ഓ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, യെസ് ഐ ആം. ഇല്ലെങ്കിൽ നോ ഐ ആം നോട്ട്. അപ്പോൾ ആം വെച്ചിട്ടാണ് നമ്മൾ ഉത്തരം പറയുക. ഐ ആണെങ്കിൽ നോ ഐ ആം നോട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിത അനുഭവങ്ങളുണ്ടോ? ഇങ്ങനെയൊരു പരിപാടി നീ എപ്പോഴേലും ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഹാവ് യു വെച്ചിട്ട് തുടങ്ങാം. ഹൈദരാബാദ് പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതിങ്ങനെ ചോദിക്കും. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ചോദിക്കില്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, പോയിട്ടുണ്ടോ? ഹാവ് യു ബീൻ ടു ഹൈദരാബാദ്? ഹാവ് യു ബീൻ ടു ഹൈദരാബാദ്? എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായോ? ഒരു എക്സ്പീരിയൻസ് ചോദിക്കാം. ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഹാവ് യു റെഡ് ദിസ് ബുക്ക്? അപ്പോൾ അവിടെ ഹാവ് യു എന്നിട്ട് എന്ത് പ്രവൃത്തിയാണ്? റീഡല്ല, റെഡ്. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണേ. ഹാവ് യു റെഡ് ദിസ് ബുക്ക്? ഹാവ് യു ബിൻ ടു ഹൈദരാബാദ്? ഹാവ് യു ഈറ്റൻ സുഷി? സുഷി കഴിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നല്ല ടേസ്റ്റ്ലെസ് സാധനമാണ്, കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഈറ്റൻ? ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ, അതിൽ ഈറ്റൺ ആണ് ഉപയോഗിക്കുക കേട്ടോ. ഹാവ് യു ഈറ്റൻ സുഷി? ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ദിസ് ഫോട്ടോ? സീൻ കണ്ടോ? സീ, സോ, സീൻ. ആ V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, സീൻ, അതാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ട് സമ്മറൈസ് ചെയ്യാം. ആദ്യം എന്താ പറഞ്ഞത്? ഡു യു വോണ്ട് എൻ ഐസ്ക്രീം? അല്ലെ, ഐസ്ക്രീം വേണോ, എന്തെങ്കിലും വേണോ? ഡു യു വോണ്ട് എൻ ഐസ്ക്രീം? ഡു യു വോണ്ട് എ കപ്പ് ഓഫ് കോഫി? ഡു യു വോണ്ട് എ ചെയർ? കസേര വേണോ? അങ്ങനെ. രണ്ടാമത് എന്തെങ്കിലും ചെയ്യണോ? ഡു യു വോണ്ട് ടു സ്ലീപ്പ്? ഉറങ്ങണോ? ഡു യു വോണ്ട് ടു വാക്ക്? നടക്കണോ? പിന്നെ പറഞ്ഞത് ചെയ്യാറുണ്ടോ? ഡു യു ഡ്രിങ്ക് മിൽക്ക്? പിന്നെ പറഞ്ഞെന്തായിരുന്നു? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? ഡു യു ഹാവ് എ ബ്രദർ? അവിടെ ഹാവ് വന്നു. ഡു യു ഹാവ് എ ബ്രദർ? പിന്നെ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ എന്ന് ചോദിക്കണം. ആർ യു സാഡ്? ആർ യു ഹാപ്പി? ആർ യു ഹംഗ്രി? അങ്ങനത്തെ. പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ടതും നമുക്കിങ്ങനെ പറയാം. ആർ യു എ മലയാളി? ആർ യു
എ ടീച്ചർ. അങ്ങനെ. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ്. ഹാവ് യു ബീൻ ടു മുംബൈ? മുംബൈയിൽ പോയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ശരിക്കും വിചാരിക്കുന്നു. കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഇനിയും നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റാതിരിക്കരുത്. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവണം. അങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് ക്വസ്റ്റൻസ് എന്തായാലും ചെയ്യണം കേട്ടോ. ഉത്തരങ്ങൾ ഞാൻ കോമെൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അവിടെ നോക്കിയാൽ മതി കറക്റ്റ് ആണോ എന്ന്. കല്യാണം കഴിച്ച ആളാണോ? അപ്പോൾ അതൊരവസ്ഥയാണേ. അപ്പോൾ അതെങ്ങനെ പറയുക? ആ അവസ്ഥ മാരീഡ്. അപ്പോൾ ചോദ്യം നിങ്ങൾ ഉണ്ടാക്കൂ കേട്ടോ. ടയേർഡൊക്കെ പോലെ കല്യാണം കഴിച്ചതൊരവസ്ഥയാണ് മാരീഡ്. അപ്പോൾ എങ്ങനെയാണ് അതുണ്ടാക്കുകയെന്ന് അറിയാലോ. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ചിക്കൻ കഴിക്കാറുണ്ടോ? അപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ചെയ്യേണ്ടതെന്നാ ചോദ്യം. ചിക്കൻ കഴിക്കാറുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഒരു ഗോസ്റ്റിനെ കണ്ടിട്ടുണ്ടോ? എന്താണ് ഗോസ്റ്റ്? ഈ ഭൂതം പോലത്തെ സാധനം, അതാണ് ഗോസ്റ്റ്. അതിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഗോസ്റ്റിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ സെൻറ്റൻസ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ പോലെ ഉണ്ടാക്കുക. 3 ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കോമെൻറ്റ്സിൽ ഇടുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എനിക്കിത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു 13 വീഡിയോസ് ബേസിക്സ് കവർ ചെയ്യുന്ന വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഞാനിവിടെ ഇടാം. അത് കണ്ടു നോക്കൂ കേട്ടോ. ഹോംവർക്ക് ക്വസ്റ്റൻസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ബിഗിനേഴ്സ് ആണെങ്കിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.